It's always a joy to sit at God's feet and hear His word right up in the morning. ഏറെ സന്തോഷം നൽകുന്ന അനുഭവമാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുക എന്നുള്ളത്. I'm grateful to God for giving me this opportunity to teach God's word in this Maraman convention. ദൈവവചനം പഠിപ്പിക്കുവാൻ മാരാമൺ കൺവെൻഷനിൽ ലഭിച്ചതായി വലിയ അവസരമോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I'm also grateful to your Metropolitan, the Most Reverend Mar Theodosius, for inviting me along with Mar Felixenos to come and share God's word with you. എൻ്റെ ആദരവും സ്നേഹവും നന്ദിയും സഭയുടെ പരമാധ്യക്ഷനായ അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി അറിയിക്കുകയും പ്രത്യേകാൽ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച സംഘം പ്രസിഡൻ്റായിരിക്കുന്ന അഭിവന്യ ഫിലക്സിനോസ് തിരുമേനിയോടുമുള്ള എൻ്റെ സ്നേഹാദരവുകൾ അറിയിക്കുന്നു. And I'm very grateful to Tirumeni Mar Gregorius Stephanos for introducing me and for your kind words. Thank you. ഈ സമയത്ത് ഗ്രിഗോറിയസ് മാർ സ്റ്റെഫാനോസ് തിരുമേനിയോടുമുള്ള എൻ്റെ സ്നേഹവും ആദരവും എന്നെ പരിചയപ്പെടുത്തിയതിലുള്ള സന്തോഷവും പങ്കുവയ്ക്കട്ടെ. Before we begin studying God's word, let us ask God's Spirit to speak to us. നമ്മൾ ദൈവവചനം പഠിക്കുന്നതിന് മുമ്പായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. Father, we still our hearts before you this morning. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ സന്നിധിയിൽ പകരുന്നു. We thank you for the gift of your word that you have given us. നീ ദാനമായി നൽകിയിരിക്കുന്ന നിന്റെ വചനത്തിനായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. This morning we pray that your Holy Spirit would breathe life into these words. ഈ പ്രഭാതത്തിൽ നിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ അവിടുന്ന് ശ്വാസം നൽകി ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. Speak to us in a new way. ഞങ്ങളോട് പുതുതായി നീ സംസാരിക്കണമേ. Give us hearts and minds that are willing to receive your word. ഞങ്ങൾക്ക് ഹൃദയവും മനസ്സും തുറക്കപ്പെട്ട് നിന്റെ വചനം സ്വീകരിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. And above all, to put it into practice in our lives. അതിനേക്കാൾ ഉപരിയായി നിരന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള കൃപ തരണമേ. And so let the words of my mouth കർത്താവേ, അടിയന്റെ വായിലെ വാക്കുകളും and the meditation of our hearts ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും be acceptable in your sight. കർത്താവേ, നിനക്ക് പ്രസാദകരമായിരിക്കണമേ. O Lord, my rock and my redeemer. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമേ. Amen. ആമേൻ. Over these 3 days, we are going to be studying the book of the prophet Jonah. വരും ദിനം 3 ദിവസങ്ങളിൽ യോനയുടെ പുസ്തകമായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. We'll look at the reasons why we need to study this book in a little while. യോനയുടെ പുസ്തകം എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പഠിക്കണം എന്നുള്ളത് പ്രഭാതത്തിൽ നമ്മൾ നോക്കുന്നു. Over these 3 days, I'm going to look at 3 specific topics. ഈ 3 ദിവസങ്ങളിൽ 3 ശക്തീകരണങ്ങൾ നിന്നുകൊണ്ടായിരിക്കും ഈ പഠനം നിർവഹിക്കുന്നത്. This morning we'll be looking at running away from God. ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ നിന്നും ഓടിയൊളിക്കുന്ന യോനയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. Tomorrow we'll be looking at chapter 2, running towards God. നാളെ 2-ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന യോനയെക്കുറിച്ച് നമ്മൾ കേൾക്കും. And on the final day we'll look at running for God and against God. 3-ാമത്തെ ദിവസത്തിൽ നമ്മൾ 3-ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ട് ദൈവത്തിനെതിരെയും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ വരുന്ന യോനയെ നമ്മൾ കേൾക്കും. And the book of Jonah is about God wanting his people to repent and come back to him. യോനയുടെ പുസ്തകത്തിൽ ആകമാനം നമ്മൾ കാണുന്നത് ദൈവജനം മടങ്ങി വന്ന മാനസാന്തരത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള ആഹ്വാനമാണ്. The first hymn that you sang this morning, number 8, says പാപികളെ തേടി വന്ന യേശു രക്ഷകൻ. ഇന്ന് രാവിലെ നമ്മൾ പാടിയ പാട്ട് പാപികളെ തേടി വന്ന യേശു രക്ഷകൻ എന്നുള്ള അർത്ഥം. That is what the purpose is, to save us. അത് തന്നെയാണ് ഈ പഠനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. He searches us. അവൻ നമ്മളെ തേടി അന്വേഷിക്കുന്ന വന്ന രക്ഷകൻ. തേടി വന്ന രക്ഷകൻ എന്ന്. And so we look at Jonah's call today, God's call and Jonah's disobedience. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യോനയ്ക്ക് ലഭിച്ചതായ ദൈവവിളിയെക്കുറിച്ചാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന And the main idea that we study in this section, in the chapter 1, is God's call is unavoidable and running from him leads to storms. യഥാർത്ഥത്തിൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് യോനയുടെ ദൈവവിളിയും യോന ദൈവത്തിൽ നിന്ന് അകലുന്നതും അത് വരുത്തി വെക്കുന്ന വിനാശകരമായ അനുഭവങ്ങളെക്കുറിച്ചാണ്. Studying the book of Jonah in India, in the Indian context, is vital because it confronts 2 realities we often struggle with. ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ യോനയുടെ പുസ്തകം പഠിക്കുന്നത് 2 യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനാണ്. One is we live among people of other faiths, many faiths. ഒന്ന്, നമ്മൾ പലവിധ
വ്യത്യസ്ത മത സമൂഹങ്ങളുടെ നടുവിലാണ് പാർക്കുന്നത് എന്നുള്ളതുകൊണ്ട്. And the second is our own reluctance to share the good news of the gospel with others. മറ്റൊന്ന് നമ്മുടെ സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനുള്ള നമ്മുടെ മടിയുമായിട്ട് ബന്ധപ്പെട്ട. Like Jonah, we may draw boundaries. We are saved, we are happy, to hell with the rest. നമ്മൾ പലപ്പോഴും യോനയെ പോലെ അതിരുകൾ നിർണയിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷത്തിൽ മുന്നോട്ട് പോകാറുണ്ട്. We feel hesitant or assume that God cannot work among those who are different from us. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതായ ചിന്ത എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വ്യത്യസ്തരായവരുടെ ഇടയിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. But the book of Jonah reminds us that God's compassion is not limited by our fears or prejudices. നമ്മുടെ മുൻവിധികളോ നമ്മുടെ താല്പര്യങ്ങളോ അനുസരിച്ചല്ല ദൈവം തൻ്റെ അനുകമ്പയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. He is the creator God who is sovereign over all nations. അവൻ സൃഷ്ടാവായ ദൈവം പരമാധികാരിയായ ദൈവം കൂടെയാണ്. The one who made every people and culture and who will hold humanity accountable. എല്ലാ ജനതകളെയും സൃഷ്ടിച്ചവനും എല്ലാ സംസ്കാരങ്ങളെയും വാർത്തെടുത്തവനും ദൈവമാണ് എന്നുള്ളതാണ്. In a diverse nation like ours, this truth calls us to see people of other faiths not as strangers or opponents. യഥാർത്ഥത്തിൽ നമ്മളെപ്പോലെയുള്ള ഇത്രമാത്രം വ്യത്യസ്ത മതസമൂഹങ്ങളുള്ള ഒരു രാജ്യത്തിൽ യോനയുടെ പുസ്തകം നമുക്ക് പുതിയ അറിവ് തരികയാണ്. But as those created by God, loved by him and included in his redemptive process. എല്ലാവരെയും ദൈവം തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിൽ ഉൾച്ചേർത്തിരിക്കുന്നു എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. The book exposes our hesitations, expands our understanding of God's universal authority and mercy, and invites us to participate in his mission with humility, courage and trust. യഥാർത്ഥത്തിൽ യോനയുടെ പുസ്തകം നമ്മളുടെ ഇടർച്ചകളെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ദൈവത്തിൻ്റെ അധികാരത്തെയും ദൈവത്തിൻ്റെ കരുണയും നമ്മൾക്ക് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ദൗത്യത്തിൽ വിനയത്തോടെ ധീരതയോടെ പങ്കുചേരുന്നതിനെക്കുറിച്ചും നമുക്ക് ഓർമ്മപ്പെടുത്തുന്നതാണ്. Studying the book of Jonah invites us to rediscover the depth of God's character and the breadth of his mercy. യോനയുടെ പുസ്തകം പഠിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ കരുണയുടെ ആഴവും യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള നമ്മളുടെ ബന്ധവും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ആഴവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. It is first of all a theological refresher course. യഥാർത്ഥത്തിൽ ഇതൊരു ദൈവശാസ്ത്രപരമായ ആസ്വാദനവും ആണ്. A reminder that God is compassionate and sovereign. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം പരമാധികാരിയും നമ്മളോട് കരുണയുള്ളവനും ആണ് എന്നുള്ളതാണ്. Powerful yet personal. വളരെ ശക്തനായിരിക്കുമ്പോഴും വളരെ വ്യക്തിപരമായി ഇടപെടുന്നു. And utterly involved in the world he created. യഥാർത്ഥത്തിൽ ഇടപെടുന്നത് ദൈവം ഈ സൃഷ്ടിയിൽ മുഴുവൻ ഇടപെടുന്നു എന്നുള്ള സത്യം. So the book of Jonah forces us to confront how we think about God. നമ്മൾ എങ്ങനെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള നമ്മുടെ ചിന്തകളെ തന്നെ അഭിമുഖീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് യോനയുടെ പുസ്തകം. His authority over creation, his readiness to forgive. ഈ സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരവും അവൻ നമ്മളോട് കരുണ കാണിക്കാനുള്ള അവൻ്റെ സന്നദ്ധതയും ഇതിനകത്തുണ്ട്. And his mysterious ways that often defy our expectations. നമ്മളുടെ ചിന്തകൾക്ക് വ്യത്യസ്തമായി നിഗൂഢമായ രീതിയിലുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ വിവരിക്കുകയാണ്. God is the sovereign God who is the God of heaven. ദൈവം സ്വർഗാദികളുടെ ദൈവമാണ്. Who made the sea and the dry land. കടലും കരയും നിർമ്മിച്ചവനായ ദൈവം. He is the creator God and therefore as the creator he holds all his creatures accountable. അവൻ സൃഷ്ടാവായ ദൈവമായിരുന്നത് കൊണ്ട് സൃഷ്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്വം ദൈവം തന്നെ ഏറ്റെടുക്കുകയാണ്. In the context of spiritual renewal or communal reflection, നമ്മളുടെ ആത്മീയ പുതുക്കത്തിൻ്റെയും സാമൂഹിക നവീകരണത്തിൻ്റെയും പശ്ചാത്തലത്തിൽ Jonah recenters us on the living, loving and personal God who longs to be at the heart of our faith and work. നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രവൃത്തിയുടെയും അടിസ്ഥാനത്തിലുള്ള സ്നേഹനിധിയായ ജീവനുള്ള നമുക്കെല്ലാവരും പരിപാലനം നൽകുന്ന ദൈവത്തെയാണ് യോനയുടെ പുസ്തകം വെളിപ്പെടുത്തുന്നത്. Our relationship with God is critical. നമ്മളുടെ ദൈവത്തോടുള്ള ബന്ധം എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. And the book of Jonah also corrects our understanding of mission. ദൈവിക ദൗത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലാക്കലുകളെ തിരുത്തുന്ന പുസ്തകം കൂടെയാണ് യോനയുടെ പുസ്തകം. It exposes the danger of self-centered religion that enjoys grace but refuses to extend it to others. ഇത് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ കൃപയുള്ള അനുഭവമാണെങ്കിലും പലപ്പോഴും സ്വാർത്ഥപൂർണമായ വിശ്വാസം പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒരു സ്വാർത്ഥപൂർണമായ മതത്തെക്കുറിച്ചാണ്. Jonah's attitude toward the people of Nineveh mirrors the church's temptation to turn inward. പലപ്പോഴും യോനായുടെ നിനവേക്കാരോടുള്ള മനോഭാവം
നമ്മളിൽ തന്നെ അന്തർമുഖികളായി തീരാൻ സഭയ്ക്കുള്ളിൽ അത് അതിൻ്റെ സൂചന നൽകുകയാണ്. We also see his struggle, which challenges us to share God's lavish mercy freely with the outsiders we might otherwise ignore. പലപ്പോഴും പുറത്തുള്ളവരോടുള്ള ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ വിസ്മരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നതും ഈ പുസ്തകം എടുത്തു കാണിക്കുകയാണ്. Many a times when people of other faiths start coming into our churches, we are uncomfortable. പലപ്പോഴും പുറത്തു നിന്നുള്ള ആളുകൾ നമ്മളുടെ ദേവാലയങ്ങളിലേക്കോ സഭയിലേക്കോ വരുമ്പോൾ നമ്മൾ വളരെയേറെ അസ്വസ്ഥരാകാറുണ്ട്. I remember in one of my parishes, a lady pulled me after the service. ആരാധനയ്ക്ക് ശേഷം എൻ്റെ അടുക്കലേക്ക് വന്ന ഒരു സ്ത്രീയെ ഞാൻ ഓർക്കുന്നു. And she told me, don't allow these non-Christians to come to our church. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ക്രിസ്തേതരല്ലാത്ത ആളുകളെ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൂടാ. Because she thought the church was meant only for Christians. ആ വനിത വിചാരിച്ചത് സഭയെന്ന് പറയുന്നതും ദേവാലയം എന്ന് പറയുന്നതും ക്രിസ്ത്യാനികൾക്കും വേണ്ടി മാത്രം ഉള്ളതാണ്. She forgot the basic truth that the church is called for the sake of others. യഥാർത്ഥത്തിൽ ആത്യന്തികമായ ഒരു സത്യം ആ വനിത മറന്നുപോയി. സഭയെ ദൈവം ലോകത്തിന് വേണ്ടി വിളിച്ചിരിക്കുകയാണ് എന്നുള്ളത്. In another church, again a person called me after the service. മറ്റൊരു ദേവാലയത്തിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, and told me there are too many Hindus coming here. പല വിധത്തിൽ പല ഹിന്ദുക്കളായ ആളുകൾ ഈ വിശ്വാസത്തിലേക്ക് ഈ ഇടവകയിലേക്ക് വരുന്നു എന്ന് അറിയിച്ചു. And therefore you put a separate service for them. അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രം ഒരു ആരാധന ക്രമീകരിക്കണം എന്ന് എന്നെ വിളിച്ചറിയിച്ചു. So we are just so short sighted that we think only about ourselves. The church has become inward looking. പലപ്പോഴും സഭ അന്തർമുഖിയായി തീരുകയും നമ്മുടെ കാഴ്ചകൾ വളരെ ചെറുതാവുകയും ചെയ്യുകയും. We've lost the plot of mission. യഥാർത്ഥത്തിൽ ദൗത്യത്തെക്കുറിച്ചുള്ള നമ്മളുടെ വലിയ വിശാലമായ കാഴ്ചപ്പാട് തന്നെ നമുക്ക് God നഷ്ടപ്പെട്ടിരിക്കുന്നു. is a missionary God. ദൈവം ഒരു ദൗത്യത്തിൽ ഏർപ്പെടുന്ന ദൈവമാണ്. And that's why we sang പാപികളെ തേടി വന്ന യേശു. അതുകൊണ്ടാണ് പാപികളെ തേടി വന്ന യേശു എന്ന് നമ്മൾ But പാടിയത്. we are not interested. We are only interested about ourselves. എന്നാൽ പലപ്പോഴും നമ്മൾ നമ്മളിലേക്ക് നമ്മുടെ താല്പര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. Another point that the book of Jonah encourages is repentance. മറ്റൊരു വസ്തുത യോനയുടെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് മാനസാന്തരത്തെക്കുറിച്ചാണ്. At the heart of the book's plot is the repentance of the Ninevites. ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നിനവേക്കാരുടെ മാനസാന്തരമാണ്. And the Jews usually read this book on the day of atonement when they fasted and repented of their sins. യഹൂദന്മാർ തങ്ങളുടെ പാപ പരിഹാര ദിവസത്തിൽ അവരുടെ അകൃത്യത്തിന് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വായിക്കുന്ന പുസ്തകമാണ് യോനയുടെ പുസ്തകം. The book also shows that the prophecies of judgment can be conditional based on the response of the people. ഈ പുസ്തകം ഒരു കാര്യം കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ന്യായവിധി എന്നുള്ളത് ദൈവജനത്തിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ടയാണ്. On the other side, the book of Jonah is an intensely personal study of vocation, devotion, vision and human weakness. മറ്റൊരു വിധത്തിൽ നോക്കിയാൽ യോനയുടെ പുസ്തകം യഥാർത്ഥത്തിൽ ദൈവവിളിയെക്കുറിച്ച് ദൈവഭക്തിയെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് ഒക്കെ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. So Jonah's reluctant response to God's call compels us to reflect on our own sense of purpose. നമ്മളുടെ ആത്യന്തികമായ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുന്ന രീതിയിലാണ് യോനായുടെ മടിയോടുകൂടിയുള്ള പ്രതികരണം നമ്മൾ കാണുന്നത്. How do we discern God's will for our lives? How do we respond to his call? ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം തിരിച്ചറിയുന്നു, എങ്ങനെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത്. Jonah's journey from rebellion and despair യോനായുടെ മത്സരവും നിരാശയും നിന്നുള്ള പ്രതികരണവും to repentance and reluctant obedience യോന നീങ്ങുന്നത് യഥാർത്ഥത്തിൽ മാനസാന്തരത്തിലേക്കും അല്പം മടിയോടുകൂടെയുള്ള അനുസരണത്തിലേക്കുമാണ്. shows both the pitfalls and the possibilities of divine calling. ഇത് ദൈവവിളിക്ക് ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന വെല്ലുവിളിയും അതോടൊപ്പമുള്ള സാധ്യതയും നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ്. We see prayer rising from the depths. പ്രാർത്ഥന ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. Frustration amid blessing. അനുഗ്രഹങ്ങളുടെ നടുവിൽ തന്നെ നിരാശയും കടന്നു വരുന്നു. Doubt turning again to faith. സംശയം വിശ്വാസമായി പിന്നീട് പരിണമിക്കുന്നു. So these tensions before God makes him deeply relatable. ഇതെല്ലാം തന്നെ യോനയുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആപേക്ഷികമായ രീതിയിൽ നിൽക്കുകയാണ്. His imperfections make him like us. യോനയുടെ അപൂർണതകൾ പലപ്പോഴും നമ്മുടെ ജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. It reminds us that God chooses to work through fragile, flawed people to accomplish his purpose. പലപ്പോഴും ഇടർച്ച വരുന്ന
വളരെ ദുർബലമായിരിക്കുന്ന ആളുകളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ള സൂചന കൂടെ യോനയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. In the end of the book, we see that Jonah weaves together doctrine, mission, vocation. ഈ പുസ്തകത്തിൻ്റെ അവസാനം നമ്മൾ കാണുമ്പോൾ വിശ്വാസ സംബന്ധമായ ചില പഠിപ്പിക്കലുകളും നിയോഗവും ദൗത്യവും എല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായിട്ട് മാറുന്നു. And devotion, vision, and the mystery of human personality. ഭക്തിയും ദർശനവും ദൈവിക ശുശ്രൂഷയെക്കുറിച്ചുള്ള നിഗൂഢമായ ദർശനവും വെളിപ്പെടുത്തലും ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. Offering a rich and timeless lesson in how God's grace transforms even our resistance into redemption. യഥാർത്ഥത്തിൽ നമ്മളുടെ ദൈവത്തോടുള്ള പ്രതിരോധം ദൈവത്തിൻ്റെ ആത്യന്തിക കൃപയിലൂടെ എപ്രകാരം വീണ്ടെടുപ്പായി തീരുന്നു എന്നുള്ള സമ്പന്നമായ എഴുത്താണ് യോനയുടെ ലേഖനം. So that's a little bit about why we need to study the book of Jonah. അതുകൊണ്ട് തന്നെയാണ് യോനയുടെ പുസ്തകം എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. Now let's move into the text. ഇനി നമുക്ക് വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കാം. The Bible tells us that the word of the Lord came to Jonah, son of Amittai. അമിത്തായുടെ മകനായ യോനായിക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടാവുകയാണ്. According to 2 Kings 14:25, a prophet by the name of Jonah, son of Amittai, was active during the period of Jeroboam II. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ സൂചന അനുസരിച്ച് യഥാർത്ഥത്തിൽ യെരോബിയാമിന്റെ കാലത്ത് അമിതായുടെ മകനായ യോനായിക്ക് ദൈവത്തിന്റെ അരുളപ്പാട് വന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Jeroboam II reigned from 793 to 753 BC. യെരോബിയാം രണ്ടാമൻ 795 ആണ്ട് മുതൽ 753 ആണ്ട് BC വരെയാണ് ഭരണം നിർവഹിച്ചത്. So the book in all probability refers to the prophet. ഈ പുസ്തകത്തിന്റെ ആ റെഫറൻസിലൂടെ ആ സൂചനകളിലൂടെ യഥാർത്ഥത്തിൽ യോനയെക്കുറിച്ചുള്ള ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. Many scholars think that this book is only fiction. പലപ്പോഴും പല വേദപണ്ഡിതന്മാരും ചില ചിന്തകരും അഭിപ്രായപ്പെടുന്നത് യോനയുടെ പുസ്തകം കേവലം ഒരു സാഹിത്യ രചന മാത്രമാണ്. In fact, I had a very interesting question in 2007 for one of the episcopal elections. 2007 എപ്പിസ്കോപ്പൽ ഇലക്ഷനിൽ എൻ്റെ ജീവിതത്തിലും ഇതിന് സമാനമായ ഒരു അനുഭവം ഉണ്ടായി. One of the panelists asked me the question, you are an Old Testament scholar, tell me whether you believe in the book of Jonah and whether Jonah is a real figure, a prophet, or is it a story? എപ്പിസ്കോപ്പൽ തെരഞ്ഞെടുപ്പിൽ അംഗമായിരിക്കുന്ന അതിൻ്റെ സമിതിയിൽ അംഗമായിരിക്കുന്ന ഒരാൾ എന്നോട് തന്നെ ചോദിച്ചു, യോനയുടെ പുസ്തകം ഒരു സാഹിത്യ രചനയാണോ അതോ തീർച്ചയായിട്ടും ഒരു വിശ്വാസത്തിന്റെ വസ്തുതകളാണോ? And I told them Jonah is a prophet and I don't have any doubts about it. ഞാൻ അവരോടായിട്ട് പറഞ്ഞു യോന ഒരു പ്രവാചകനാണ്, അതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു സംശയവും. And I said because Jesus himself referred to Jonah like Jonah, that he too will be in the belly of the earth for 3 days and 3 nights. യേശു കർത്താവ് തന്നെ യോനയെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ 3 രാവും 3 പകലും യോന മത്സ്യത്തിൽ കഴിഞ്ഞതുപോലെ മണ്ണിനുള്ളിൽ കഴിയുമെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. And the panelists retorted and said, you are a scholar and you believe that Jonah is real. അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ചു, താങ്കൾ ഒരു വലിയ സ്കോളർ ആയിരിക്കുന്നത്, വളരെ പഠിതാവായിരിക്കുമ്പോൾ തന്നെ പണ്ഡിതനായിരിക്കുമ്പോൾ തന്നെ ഇതാണോ പലപ്പോഴും ഇങ്ങനെയാണോ വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നത്? And I told him if Jesus said something, it is true. അപ്പോൾ അദ്ദേഹത്തിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു, യേശു പറഞ്ഞതുകൊണ്ട് അത് സത്യം തന്നെ. So I don't have any doubts about that. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു സംശയവുമില്ല. So let's get down to verse 1 and 2. 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അമിത്തായുടെ മകനായ യോനായിക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനേവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക, അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. Go to the great city of Nineveh and preach against it, because its wickedness has come up before me. നിനവേയുടെ അടുക്കൽ ചെന്നിട്ട് ആ പട്ടണത്തിന് വിരോധമായി പ്രസംഗിക്കുക, കാരണം അവരുടെ അകൃത്യം എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. Nineveh is described by God himself as a great city. നിനവ ഒരു മഹാനഗരമായി ദൈവം തന്നെ പറയുകയാണ്. And the Lord's command to Jonah was absolutely clear. യോനായിക്ക് ദൈവം നൽകിയിരിക്കുന്ന നിർദ്ദേശം വളരെ വ്യക്തമായിരുന്നു. There was no doubts as to where he was asked to go and what he was asked to say. യഥാർത്ഥത്തിൽ എവിടെ പോകണമെന്നും എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയമില്ലാതെ ദൈവം യോനയോട് പറഞ്ഞു. There are 3 Hebrew words which says arise, go, proclaim. 3 എബ്രായ പദം പറയുന്നുണ്ട്, എഴുന്നേൽക്കുക, പോവുക, പ്രഘോഷിക്കുക. Nineveh was an important provincial city in Assyria during 8th century BC.
എട്ടാം നൂറ്റാണ്ടിൽ അസീറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായിരുന്നു നിനവ എന്നുള്ളത്. It was located on the river Tigris, about 800 kilometers from Israel. ഇസ്രായേൽ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നും 800 കിലോമീറ്റർ അപ്പുറത്ത് ടൈഗ്രീസ് നദീതടത്തിന്റെ സൈഡിലാണ് ഈ നഗരം സ്ഥിതി ചെയ്തിരുന്നത്. It would have taken Jonah about a month to reach there. ഏകദേശം 1 മാസത്തോളം എടുത്തെങ്കിൽ മാത്രമേ ഈ നിനവയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. It later became the capital city of the Assyrian Empire during the reign of Sennacherib from 705 to 681 BC. 705 മുതൽ 752 BC കാലഘട്ടത്തിൽ സെൻഗ്രീബ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ ഇത് പ്രധാന പട്ടണമായി തലസ്ഥാന നഗരം പോലെ മാറ്റപ്പെട്ട ഒരു നഗരം കൂടെയാണ്. The ruins of the ancient city are near the modern city of Mosul in Iraq. ഇറാഖിലെ മൊസൂളിലാണ് ഈ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ കാണപ്പെടുന്നത്. The call to Jonah indicates God's universal interest and that he is the king of the universe. യഥാർത്ഥത്തിൽ യോനായ്ക്ക് ലഭിച്ച ദൈവവിളി കാണിക്കുന്നത് സർവ്വപ്രപഞ്ചത്തിന്റെയും സാർവത്രികമായ ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത്. God is concerned about the nations. കർത്താവ് സർവ്വജനതകളെ കുറിച്ചും ചിന്തയുള്ളവനാണ്. On Tuesday evening, when we talked about living as the people of God, we saw Abraham was called for the sake of the nations. പല ജനതകൾക്ക് വേണ്ടി അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് ചൊവ്വാഴ്ച രാത്രിയിൽ നമ്മൾ ധ്യാനിച്ചതാണ്. And here we see that Jonah is also called to go to Nineveh, a nation that wasn't his. ഇവിടെയും അപ്രകാരം നമ്മൾ കാണുന്നു, നിനവയിലേക്ക് പോകാൻ ദൈവം യോനയോട് പറയുകയാണ്. And so as the word of the Lord came to Jonah, ദൈവവചനം യോനയിലേക്ക് വന്നപ്പോൾ it is not matched by a conventional response. എന്നാൽ യോനയുടെ പ്രതികരണം പരമ്പരാഗതമായ ഒരു പ്രതികരണം ആയിരുന്നില്ല. Jeremiah said, "Oh, I'm too young." യെരമ്യാവ് പറഞ്ഞു, ഞാൻ വളരെ ചെറുപ്പമാണ്. Moses wrestled with God's call. മോശ ദൈവത്തിന്റെ വിളിയോട് അല്പം പ്രയാസത്തോടെ I പ്രതികരിച്ചു. can't speak too well. കാരണം എനിക്ക് തടിച്ച നാവുള്ളത് കൊണ്ട് സംസാരിക്കാൻ ശേഷിയില്ല. But Jonah completely rejects it. എന്നാൽ യോന പ്രകാരമല്ല, യോന പൊടുന്നനവെ നിഷേധിക്കുകയായിരുന്നു. What is to be done with a prophet who refuses to do God's commission? ദൈവത്തിന്റെ ആലോചനയെ പൊടുന്നനവെ നിരസിക്കുന്ന പ്രവാചകനെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? What is to be done with the one who is called to serve and refuses to do so? ദൈവവിളിയുടെ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിക്കപ്പെട്ട ഒരാൾ പെട്ടെന്ന് നിരസിച്ചാൽ എന്ത് ചെയ്യും? What's to be done with Nineveh, whose wickedness has caused God such offense? ദൈവത്തിന്റെ ന്യായവേദിയുടെ മുമ്പിൽ നിൽക്കുന്ന നിനവെ പട്ടണം ഇപ്രകാരം അകൃത്യത്തിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? What is to be done if the word of the Lord can find no human emissary to carry it? ഒരു മനുഷ്യദൂതൻ വചനവുമായിട്ട് പോകാൻ ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യും? And sometimes we can be like Jonah. പലപ്പോഴും നമ്മളും യോനയെ പോലെ ആകാറുണ്ട്. We can run away from God. We can be disobedient to him. നമുക്ക് ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ സാധിക്കും, അനുസരണക്കേട് കാണിക്കാൻ സാധിക്കും. God calls us. ദൈവം നമ്മളെ വിളിക്കുകയാണ്. Calls us by name. നമ്മളുടെ പേര് ചൊല്ലി അവൻ വിളിക്കുന്നു. Are we listening? നമ്മൾ കേൾക്കുന്നുണ്ടോ? What was Jonah's response? Let's look at that from verses 3 onwards. യോനയുടെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് 3-ാം വാക്യം മുതൽ കാണാം. Let's read verse 3. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്നും തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോഫിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്നും അവരോടുകൂടെ തർശീശിലേക്ക് പോയി കൊള്ളുവാൻ അതിൽ കയറി. We notice clearly that within the first 3 verses that Jonah wanted to flee away from the presence of the Lord. ആദ്യത്തെ 3 വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്ന വസ്തുത ദൈവസന്നിധിയിൽ നിന്നും യോന എത്രത്തോളം ഓടി ഒളിക്കാമോ ഓടിപ്പോകുന്നതാണ്. Away from the presence of the Lord occurs twice in verse 3. 3-ാം വാക്യത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഈ ഓടി ഒളിക്കലിനെ കുറിച്ച് And പറയുന്നു. once in verse 10. 10-ാം വാക്യത്തിലും ഇതിന്റെ സൂചനയുണ്ട്. What a folly it is to try to escape from God. എന്തൊരു വിഡ്ഢിത്തരമാണ്, മണ്ടത്തരമാണ് ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുക എന്ന് പറയുന്നത്. The psalmist in Psalm 139 says, 139-ാം സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, where can I go from your spirit? നിന്റെ ആത്മാവിനെ വിട്ട് ഞാൻ എവിടേക്ക് ഒളിക്കും? Where can I flee from your presence? നിന്റെ സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് പോകും? What stupidity to a Jew to risk all on the sea. യഹൂദനായിരിക്കുന്ന ഒരാൾക്ക് എത്രത്തോളം മണ്ടത്തരമാണ് ഈ കടൽ യാത്രയിൽ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുക എന്ന്. Jonah's path is a steep descent into darkness
depression and despair. യഥാർത്ഥത്തിൽ യോനായുടെ ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കും നിരാശയിലേക്കും വിഷാദത്തിലേക്കുമുള്ള ഓട്ടമാണ്. We are most certainly to feel a spiritual descent in the physical movement. പലപ്പോഴും നമ്മുടെ ശാരീരികമായ ഈ നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ യാത്രകളിൽ തന്നെ ആത്മീയമായ നമ്മുടെ തകർച്ചയുടെ സൂചനകളുണ്ട്. In the Hebrew there's a word which says he went down from Joppa. യഥാർത്ഥത്തിൽ ഹെബ്രായ ഭാഷയിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അവൻ യാഫോഫിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ളത്. He went down to the harbor. അവൻ അതിന്റെ തീരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. He went down into the ship. അവൻ കപ്പലിന്റെ ഉൾത്തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. And he went down into the hull. അവൻ അതിന്റെ ഏറ്റവും മടിത്തട്ടിലേക്ക് പോകുന്നു. And finally he went down at the bottom of the sea in the whale's stomach. അപ്പോൾ അവസാനം കാണുന്നു അവൻ കടലിലേക്ക് ആഴത്തിലേക്ക്, തിമിംഗലിന്റെ ഉദരത്തിലേക്ക് So എത്തുന്നു. his physical movement അവന്റെ ഈ യാത്ര shows us his spiritual descent. അവന്റെ ആത്മീയ തകർച്ചയുടെ സൂചന കൂടെയാണ്. There is a downward spiral of rebellion as we see the progress of events. യഥാർത്ഥത്തിൽ യോനായിൽ നമ്മൾ കാണുന്നത് നിരന്തരം ആത്മീയമായ തകർച്ച, ഒരു ചുരുളുപോലെ ഊർന്ന് താഴോട്ട് ഇറങ്ങുന്ന അനുഭവമാണ്. The call to go to Nineveh, which was on the east, യഥാർത്ഥത്തിൽ കിഴക്ക് ആയിരിക്കുന്ന നിനവേലേക്ക് പോകാനുള്ള in north Iraq, യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നോർത്തേൺ ഇറാഖ് സ്ഥലങ്ങളിലേക്ക് is responded by an attempt to fly to the west to Tarshish. യോന പോയതോ തർശീശിലേക്കാണ്, അതിന്റെ നേരെ വിപരീതമായ ദിശയിലേക്കാണ്. A Phoenician colony അതൊരു ഫിനീഷ്യൻ കോളനിയാണ്. at the mouth of the river Guadalquivir, ഗോദൽ ഖബീർ എന്ന് പറയുന്ന ഒരു നദീതീരമാണ് യഥാർത്ഥത്തിൽ ഇത്. in the southwest region of Spain. യഥാർത്ഥത്തിൽ സ്പെയിനിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്നതായ സ്ഥലങ്ങളാണ്. Just the opposite direction. യഥാർത്ഥത്തിൽ വിപരീതമായ ദിശയിലേക്കാണ് യോന God പോയത്. says go this way, ദൈവം ഈ വഴിക്ക് പോകാൻ യോനയോട് പറയുമ്പോൾ and Jonah says I'll go this way. യോന പറയാണ്, ഞാൻ ഇങ്ങോട്ടേ പോകത്തുള്ളൂ. Just the opposite. യഥാർത്ഥത്തിൽ വിപരീതമായ ദിശയിലേക്കുള്ള യോനയുടെ ഓട്ടം. You know, many a times we are also like that. നമ്മളും പലപ്പോഴും ഇപ്രകാരമാണ്. When God calls us to do something, ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ we do just the opposite. നേരെ വിപരീതമായിട്ട് We നമ്മൾ know ചെയ്യുന്നു. what we have to do, എന്നാൽ നമുക്കറിയാം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. but we try to reason out why we should not do it. എന്നാൽ നമ്മൾ ഈ വിപരീതമായി ഓടുന്നതിന്റെ കാര്യകാരണങ്ങളെ കണ്ടെത്താൻ പലപ്പോഴും ശ്രമിക്കുന്നു. But we are called to respond to God's call. യഥാർത്ഥത്തിൽ ദൈവവിളിയോട് പ്രതികരിക്കാനാണ് ദൈവം നമ്മളിൽ നിന്ന് Here we ആഗ്രഹിക്കുന്നത്. see the prophet's disobedience. യഥാർത്ഥത്തിൽ ഇവിടെ യോനയുടെ അനുസരണക്കേട് തന്നെയാണ് He കാണുന്നത്. runs away from the presence of the Lord. He tries to, at least. ദൈവസന്നിധിയിൽ നിന്നും ഓടി ഒളിക്കുന്ന അനുസരണക്കേടിൽ കാണിക്കുന്ന യോനയാണ് കാണുന്നത്. But there is a downward spiral of rebellion. യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള തന്റെ മത്സരത്തിൽ ഒരു താഴോട്ടുള്ള ഊഴ്ന്നിറക്കം യോനായിൽ കാണുകയാണ്. But when we are called to respond to that call. ദൈവം നമ്മളെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വിളിയോട് നിരന്തരമായി പ്രതികരിക്കാനാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. And God calls us by name for the sake of his mission. യഥാർത്ഥത്തിൽ തന്റെ ദൗത്യത്തിന് വേണ്ടി പേര് ചൊല്ലിയാണ് അവൻ നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത്. We see that in the story of Samuel and Eli. യഥാർത്ഥത്തിൽ ശമൂവേൽ പ്രവാചകന്റെ ജീവിതത്തിൽ ഏലി പുരോഹിതന്റെ അടുക്കൽ നിൽക്കുന്ന ശമൂവേലിന്റെ ജീവിതവും ഇത് സൂചിപ്പിക്കുകയാണ്. Samuel heard God's voice calling him Samuel, Samuel, and he ran to Eli. ശമൂവേലേ എന്നുള്ള ദൈവവിളി കേട്ട് ഏലി പുരോഹിതന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്നു. Eli finally figured out that it was God who was calling him. ഏലി പുരോഹിതന് മനസ്സിലാകുന്നു ഇത് ദൈവമാണ് ശമൂവേലിനെ വിളിച്ചതെന്ന്. And he said, go and lie down, and if he calls you, say, speak Lord, for your servant is listening. ഇനിയും വിളിക്കുകയാണെങ്കിൽ യഹോവയെ അരുളി ചെയ്യണമേ എന്ന് നീ പറയണമെന്ന് ഏലി പറഞ്ഞയക്കുകയാണ്. And again when he heard the voice, Samuel, Samuel, he said, speak, for your servant is listening. വീണ്ടും ശമൂവേലേ എന്നുള്ള വിളി കേട്ടപ്പോൾ കർത്താവേ അടിയനോട് അരുളി ചെയ്യണമേ എന്ന് ശമൂവേൽ പറയുകയാണ്. Are we willing to respond to God's call? നമ്മൾ ദൈവത്തിന്റെ വിളിയോട് പ്രതികരിക്കാൻ സന്നദ്ധത ഉള്ളവരാണോ? In my own journey, I tried running away from God. എൻ്റെ വ്യക്തി ജീവിതത്തിൽ പല പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. When I was about 19 years old in my second year of graduation, ഞാൻ 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്ന 19ാമത്തെ വയസ്സിൽ I was in Heber Hall in Madras Christian College. ഞാൻ ഹീബർ ഹോൾ എന്ന് പറയുന്ന മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്നതായ സമയത്ത് I had come home for the weekend. ഞാൻ അവധിക്കാലത്തിന്റെ വീട്ടിൽ വന്ന സമയം, And during the night, I had a very vivid vision of Jesus and Moses.
യഥാർത്ഥത്തിൽ രാത്രിയിൽ എനിക്ക് വളരെ വ്യക്തമായ ഒരു ദർശനം ഉണ്ടാവുകയാണ്. Jesus was in a white gown with a blue sash. യേശുവും മോശയും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായ ദർശനം. അതിൽ യേശു കർത്താവ് വെളുത്ത കുപ്പായം ധരിച്ച് നീല ഷോൾ ധരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച. And Moses was with a brown gown with a white beard. മോശയാണെങ്കിൽ നരച്ച താടിയുമായിട്ടും തവിട്ട് നിറത്തിലുള്ള കുപ്പായം ധരിച്ചും നിൽക്കുന്നതായിട്ട് കാണുന്നു. And there was a young boy kneeling in front of them. അവരുടെ മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞ് മുട്ടുകുത്തി നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. And Jesus tied a band on the head of that young boy. അവന്റെ തലയുടെ മുകളിൽ ഒരു ബാൻഡ്, ഒരു തുണി ഇങ്ങനെ കെട്ടുന്നതായിട്ട് കർത്താവ് കെട്ടുന്നതായിട്ട് ഞാൻ കാണുകയാണ്. And I woke up feeling the band on my head. പെട്ടെന്ന് ഞാൻ ഉണർന്നെഴുന്നേറ്റത് എൻ്റെ ശിരസിലാണ് ഇത് ഇരിക്കുന്നത് എന്നുള്ള വിചാരത്തോടെയാണ്. So the next day I shared with my dad, who was a very spiritual and God-fearing person. എൻ്റെ പിതാവ് വളരെ ആത്മീയനും ദൈവഭക്തനുമായിരുന്നുകൊണ്ട് ഞാൻ ഈ കാര്യം എൻ്റെ പിതാവിനോട് പങ്കുവച്ചു. And my dad said, maybe God is calling you for full-time ministry. Maybe you didn't see Moses, maybe it was Aaron. He's calling you for the priesthood. അപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, നിന്നെ മുഴുവൻ സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. മോശ ആയിരിക്കത്തില്ല, അഹരോനാണ് നിന്നെ ഒരു പുരോഹിത ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ച ദർശനമാണ്. And I told my dad, that's the last thing I want to do in life. എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഇത് ഒരിക്കലും പാടില്ല, എനിക്ക് Pastoral ministry for people who can't make it in life. Ask my brother to go. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർ ചെയ്യുന്ന പണിയാണ്, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ സഹോദരനോട് പറ എന്ന് പറഞ്ഞു. So that is how I was. I was running away. I just could not accept that God was calling me. പലപ്പോഴും അതുപോലെ ഞാനും ഓടിപ്പോകുന്നു. കർത്താവിന്റെ വിളി എനിക്ക് സ്വീകരിക്കാൻ കഴിയാതെ വരികയാണ്. I fought it till the end. അവസാനം വരെ ഞാൻ ഇതിനോട് പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നു. When I joined the Diocese of Delhi, I said, I don't want to be a priest. They are the worst hypocrites. യഥാർത്ഥത്തിൽ ഡൽഹി ഭദ്രാസനത്തിൽ ഞാൻ ചേർന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പുരോഹിതനാകണ്ട, മറ്റ് എന്തെങ്കിലും പ്രവൃത്തി ഞാൻ ചെയ്തോളാം. And I said, I'll work with drug addicts and emotionally disturbed people, but never will I be a priest. ഞാൻ ഒരിക്കലും ഒരു പട്ടക്കാരനാവുകയില്ല, ഡ്രഗ് അഡിക്ട്സ് ആയ ആളുകളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തോളാം എന്ന് പറയുകയുണ്ട്. I did work with them for about a year. ഏകദേശം ഒരു വർഷത്തിലധികം ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. But God's call did not leave me. എന്നാൽ ദൈവത്തിന്റെ വിളി എന്നെ വിട്ടുപോയില്ല. And a senior priest talked to me and he said, it is the church which recognizes your gifts. ഒരു മുതിർന്ന പട്ടക്കാരൻ എന്നോട് പറഞ്ഞു, നീ അല്ല തീരുമാനിക്കുന്നത്, സഭയാണ് നിന്റെ വിളിയെക്കുറിച്ചും നിനക്കുള്ള ദർശനത്തെക്കുറിച്ചും ഒക്കെ ബോധ്യപ്പെടുത്തി തരുന്നത്. And he said, you have pastoral gifts and you must be open to it. നിനക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള എല്ലാ സിദ്ധികളും കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ അനുസരണത്തോടെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. And because I said I'm open to it, I'm here today. അതുകൊണ്ട് ഞാൻ അതിനോട് പ്രതികരിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. Not that my opinion of priests or clergy has changed much. ഇപ്പോഴും എൻ്റെ പുരോഹിത ശുശ്രൂഷയെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റം വന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. So let's move on. We need to respond to God's call, not run away from God's നമുക്ക് call. മുന്നോട്ട് പോകാം, നമുക്ക് വചനത്തിലേക്ക് വരാം. നമ്മൾ പലപ്പോഴും യോനെ പോലെ ഒളിച്ചോടാനുള്ള ശ്രമം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ. Let's read verses 4 to 6. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവയോ സമുദ്രത്തിലൊരു പെരുങ്കാറ്റ് അടുപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താൻ്റെ ദേവനോട് നിലവിളിച്ചു. കപ്പലിൻ്റെ ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്നവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. In the Hebrew text, the word through comes 4 times. എബ്രായ പുസ്തകത്തിൽ അതിൻ്റെ മൂലഭാഷയിൽ എറിഞ്ഞു എന്ന് പറയുന്ന വാക്ക് 4 പ്രാവശ്യമാണ് വരുന്നത്. God threw a storm at the sea. കടലിലേക്ക് ഒരു പെരുങ്കാറ്റിനെ ദൈവം എറിഞ്ഞു എന്നാണ് പറയുന്നത്. They throw all their cargo to lighten the ship. ഈ കപ്പൽക്കാർ അവരുടെ മുഴുവൻ ചരക്ക് കടലിലേക്ക് എറിഞ്ഞു എന്നും പറയുന്നു. Then Jonah requests to be thrown into the sea. യോന അവരോട് പറഞ്ഞു, എന്നെയും കടലിലേക്ക് എറിയുക എന്ന് പറഞ്ഞു. And finally Jonah is thrown into the sea. അവസാനമായി യോന കടലിലേക്ക് എറിയപ്പെട്ടു എന്നും പറയുന്നു. So there is this violent storm and the ship was about to be wrecked. ഭയങ്കര കൊടുങ്കാറ്റുണ്ടാവുകയും കപ്പൽ തകർന്നു പോകുന്നതായ സമയമാവുകയും ചെയ്തു. The sailors try everything that is in their control to lighten the ship and save it from breaking up. നാവികർ കപ്പൽ തകർന്നു പോകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്നു. They threw out all the cargo. അവരുടെ കപ്പലിലുള്ള എല്ലാ ഭാരമുള്ള ചരക്കുകളും എറിഞ്ഞു കളഞ്ഞു. But nothing seemed to help them. എന്നാൽ ഒന്നും ആ കപ്പലിന്റെ രക്ഷയ്ക്ക് സഹായകരമായി തീർന്നില്ല. Secondly, we see that fear makes them cry out to their God.
രണ്ടാമത് നമ്മൾ കാണുന്നു, നാവികർ യാത്രക്കാർ ഭയചകിതരായി അവരവരുടെ ദൈവങ്ങളെ നിലവിളിക്കാൻ തുടങ്ങി. The pagan sailors were seeking God amidst their storm. പുറജാതിക്കാരായ അവർ ഈ വലിയ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ അവരുടെ ദൈവത്തോട് നിലവിളിക്കുകയാണ്. Jonah, meanwhile, is nowhere near the frantic activity on the deck. ഈ ഭയപ്പെടുത്തുന്നതായ സാഹചര്യത്തിൽ യോന അവിടെ ഇല്ല. യോന വേറെ ഒരിടത്ത് സുഖമായി കിടക്കുകയാണ്. The narrator reveals almost humorously that he is fast asleep in a quiet corner deep in the ship. നർമ്മഭാവത്തോടുകൂടെ എഴുത്തുകാരൻ പറയുന്നു, ഇതൊന്നും അറിയാത്തവനായി കടലിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഒരു മൂലയിൽ യോന ഉറങ്ങുകയാണ്. The violent storm that terrifies the sailors lulls Jonah into fast sleep. എന്നാൽ ഈ നാവികരെയും യാത്രക്കാരെയും ഭയപ്പെടുത്തുന്ന ഈ കൊടുങ്കാറ്റ് കടലിൽ ഉണ്ടാകുമ്പോഴും ഇതൊന്നും അറിയാത്തവനായി, ഇതൊന്നും ബാധിക്കപ്പെടാത്തവനായി യോന കിടക്കുകയാണ്. The emotional strain of going away, running away from God makes him tired and he is asleep. ദൈവത്തിൻ്റെ അടുത്ത് നിന്നും ഓടി ഒളിക്കുന്ന യോനായുടെ ജീവിതത്തിൽ വൈകാരികമായ ഒരു മടുപ്പ്, ഒരു ക്ഷീണം ഉണ്ടാവുകയാണ്. It has left him exhausted. അവനെ വല്ലാത്ത അസ്വസ്ഥനാവുകയും അവന്റെ ഊർജം മുഴുവൻ ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നതായ ഒരു അവസ്ഥ And ഉണ്ടാവും. he welcomes the chance to take a nap. അവൻ ഉറങ്ങാനുള്ള ഒരു സാധ്യത കണ്ടെത്തുകയാണ്. He believes that he is escaping from God. അവൻ വിശ്വസിക്കുകയാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചു എന്ന്. What he does not realize is that the sailors have just learned the real cause of their danger and his peaceful slumber is about to end abruptly. യഥാർത്ഥത്തിൽ യോന ഈ കാര്യം മനസ്സിലാക്കാതെ ഇരിക്കുമ്പോൾ നാവികരായ ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് യോനയുടെ ഉറക്കമാണ്. The captain of the ship wakes up Jonah and asks him how he could sleep in the midst of a storm. കപ്പലിന്റെ കപ്പിത്താൻ വന്ന് യോനയോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രത്യേക ഭാരമുള്ള അനുഭവത്തിൽ നിനക്കെങ്ങനെ ഉറങ്ങാൻ കഴിയും? He is waking up Jonah and said, call on your God and pray, perhaps we will be saved. കപ്പിത്താൻ യോനയെ ഉണർത്തിയിട്ട് പറയുന്നു, നിന്റെ ദൈവത്തോട് നിലവിളിക്കുക എന്ന് പറയുകയാണ്. Jonah is now used by the captain asking him to call on his God. യഹോവയോട് നിലവിളിക്കാൻ യോനയോട് കപ്പിത്താൻ ഞാൻ പറയുകയാണ്. Here we notice that the sailors who had nothing to do with Yahweh, ഈ യാത്രക്കാർക്കും പിന്നെ നാവികർക്കും യഹോവയുമായിട്ട് യാതൊരു കാര്യമില്ലെങ്കിലും they were telling him to call on his God. അവർ പറയുകയാണ് നിന്റെ ദൈവത്തോട് നിലവിളിക്കാൻ. But Jonah was not interested in talking to his God. എന്നാൽ യോന ദൈവത്തോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമെടുത്തില്ല. He knew fully well what he had done and how he was running away from him. അവനറിയാം അവൻ എന്താണ് ചെയ്യുന്നതെന്നും അവൻ ഇപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചിരിക്കുക എന്നുള്ളതും. You know, many a time people of other faiths teach us to pray. പലപ്പോഴും ഇതര മതവിശ്വാസികളെ ആളുകൾ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാറുണ്ട്. Here the sailors are telling Jonah, pray. ഇവിടെ നാവികരാണ് പറയുന്നത് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന്. On a lighter note, there's a story about a Christian priest and a Delhi auto rickshaw driver who go to heaven. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, ഒരു ക്രിസ്തീയ പുരോഹിതനും ഡൽഹിയിൽ വാഹനം ഓടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറെ കുറിച്ചും ഉള്ള സൂചന. And they both enter into heaven and the auto driver is given a huge mansion. അവർ രണ്ടുപേരും സ്വർഗോന്നതങ്ങളിൽ എത്തുകയാണ്. എന്നാൽ ഓട്ടോ ഡ്രൈവർക്ക് വലിയൊരു ഭവനം The ലഭിക്കുകയാണ്. priest got a very small house. എന്നാൽ പുരോഹിതൻ ഒരു ചെറിയ വീടാണ്. So the priest complained to Peter, ഈ ചെറിയ വീട് കിട്ടിയ പുരോഹിതൻ വിശുദ്ധ പത്രോസിനോട് you gave me such a പരാതി big പറഞ്ഞു. house and you gave me such a small house. പത്രോസിനോട് പരാതി പറയുന്നു, എനിക്ക് ചെറിയ വീടും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വലിയ ഭവനവുമാണല്ലോ So കൊടുത്തത്. Peter said, when he drove the auto rickshaw, പീറ്റർ പറഞ്ഞു, പത്രോസ് പറഞ്ഞത്, അവന്റെ വാഹനം ഓട്ടോ ഓടിക്കുന്ന സമയത്ത് everybody in the auto prayed to God. എല്ലാവരും അവന്റെ യാത്രക്കാർ മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു. Whereas when you preached, എന്നാൽ നീ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ everybody went to sleep. എല്ലാവരും ഉറങ്ങുകയായിരുന്നു. That's on a lighter note. അത് ഇതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. I hope I'm not putting you to sleep. എന്നാൽ നിങ്ങളെ ഞാൻ ഉറക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. So let's look at the casting of the lots from 7 to 12. 7-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അവർ ഒരു നറുക്കെടുപ്പ്, ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നറിയാൻ നറുക്കെടുപ്പ് നടത്തുകയാണ്. Can we read that? അനന്തരം അവർ വരുവീൻ, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നു എന്നറിയേണ്ടതിന് നാം ചീട്ടിട്ട് എന്ന് തമ്മിൽ പറഞ്ഞു. അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനായിക്ക് വീണു. അവർ അവനോട്, ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരയണം. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരനെന്ന് ചോദിച്ചു. അതിനവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു.
ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ടു അവനോട്, നീ എന്തിന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അവർ അവനോട്, അറിയിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്നും ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞു. So we see here the soldiers cast lots to find out who was responsible for the storm. ആ കപ്പലിലെ പട്ടാളക്കാർ നറുക്കെടുപ്പ് നടത്തി ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് കണ്ടെത്തി. And the Lord falls on Jonah. അവസാനമായി ഈ നറുക്ക് യോനയ്ക്ക് വീണു. And then there's a rapid fire of 5 questions. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നു ചറുപുറാന്ന് 5 ചോദ്യം യോനയ്ക്ക് നേരെ. Who is responsible for making this trouble? ഈ ഒരു കുഴപ്പത്തിന് ആരാണ് കാരണക്കാരൻ? What kind of work do you do? എന്താണ് നീ ചെയ്യുന്നത്? Where do you come from? നീ എവിടെ നിന്ന് വരുന്നു എന്ന്. What is your country? ഏത് രാജ്യക്കാരനാണ്? From what people are you? നീ ഏത് ജനതയുടെ ഭാഗമാണ്? Jonah does not answer the first 4 questions but answers the 5th. ആദ്യത്തെ 4 ചോദ്യത്തിനും യോന ഉത്തരം പറഞ്ഞില്ല, എന്നാൽ 5ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. From what people are you? ഞാൻ ഇവിടെ നിന്നും ഏത് ജനത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്ന്. He answered, I am a Hebrew and I worship the Lord, the God of heaven, who made the sea and the dry land. ഈ ഭൂമിയും കടലും കരയും എല്ലാം ഉണ്ടാക്കിയ യഹോവയെ ആരാധിക്കുന്ന എബ്രായനാണ് ഞാൻ എന്ന് പറഞ്ഞു. And the sailors immediately get afraid. ആ നാവികർ പെട്ടെന്ന് ഭയപ്പെടുകയുണ്ടായി. He is the God of the sea and the dry land and we are on sea. കടലിലും കരയുടെയും ദൈവമാണെന്ന് കേട്ടപ്പോൾ അവർ കടലിലാണല്ലോ എന്ന് കേട്ട് അവർ നാവികർ ഭയപ്പെട്ടു പോയി. And Jonah is telling them, I am running away from the Lord. And they ask, what should we do to make the sea calm? യോന പറഞ്ഞു, ഞാൻ ഈ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. ഈ നാവികർ പറയാണ്, എന്താണ് നമ്മൾ ഈ കടല് ശാന്തമാകുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്? Jonah has tried to run away physically from Yahweh by fleeing on a ship to Tarshish. തർശീശിലേക്കുള്ളൊരു കപ്പൽ കയറി ശാരീരികമായി യോന അവിടെ നിന്ന് ഓടി ഒളിക്കുകയാണ്. But that did not work. എന്നാൽ അത് പ്രവർത്തനപ്രദമായിട്ടില്ല. But now he's tried a psychological flight by sleeping in the hold of the ship. ഒരു മാനസികമായ രീതിയിൽ ഓടി ഒളിക്കലിന്റെ ഭാഗമായി അവൻ കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു, അതും നടന്നില്ല. That too didn't work. അതും നടന്നില്ല. Now pressed by the sailors, he tries absolute flight through death. Throw me into the sea. അവസാനമായി ഈ നാവികരോട് യോന പറയുകയാണ്, I don't want to see this God. I want to die. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക, ഞാൻ മരിച്ചോളാം എന്ന് പറയുകയാണ്. But God is the hound of heaven. ദൈവം ഒരു വേട്ടനായെ പോലെ നമ്മളെ തേടി He വരുന്നവനാണ്. will search us. അവൻ നമ്മളെ അന്വേഷിക്കും. He will continue to come after us. അവൻ നിരന്തരമായി നമ്മുടെ പിന്നിൽ വരും. Because he wants us to come back to him. അവൻ ആഗ്രഹമുണ്ട് നമ്മൾ അവനിലേക്ക് Not മടങ്ങി only വരണം. Jonah but the Ninevites. യോന മാത്രമല്ല, നിനവേക്കാരും. He wants all of them to come back. എല്ലാവരും തന്റെ അടുക്കലേക്ക് മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. So we see God's sovereign pursuit through a storm. ഈ വലിയ കൊടുങ്കാറ്റിലൂടെ ദൈവത്തിന്റെ ആത്യന്തികമായ ഒരു അന്വേഷണം നമ്മൾ കാണുകയാണ്. And that passion for people who are lost needs to be with us in mission. ദൈവിക ദൗത്യത്തിൽ നിന്നും ഇപ്രകാരം അകന്നുപോയവരെ തേടുന്നതായ ദൈവത്തെക്കുറിച്ചുകൂടെയാണ് ഓർമ്മപ്പെടുന്നത്. God reaching out to people, drawing into his kingdom. ദൈവരാജ്യത്തിലേക്ക് അവൻ അനേകരെ ചേർത്ത് വയ്ക്കുകയും അവരുടെ അടുക്കലേക്ക് അവൻ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്നു. The sailors fear when they heard that this is the God who is the God of the sea and the dry land. ഈ കരയുടെയും കടലിന്റെയും ദൈവമാണല്ലോ എന്ന് ഓർത്തപ്പോൾ നാവികർ തന്നെ അത്ഭുതത്തോടെ നിൽക്കുകയും And they started believing in Yahweh. അവര് ഈ യഹോവയിൽ വിശ്വസിക്കാൻ തുടങ്ങി. Whereas Jonah wanted to run away and die. യോനായിക്ക് ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ യോന ശ്രമിക്കുമ്പോൾ ഈ നാവികരും യാത്രക്കാരും യഹോവയെ ആരാധിക്കാൻ തുടങ്ങുക. Let's come to the last section from 13 to 16. അവസാന ഭാഗത്തേക്ക് നമുക്ക് വരാം. 13-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ. എന്നാൽ അവർ കരയ്ക്ക് അടുക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ച് കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു, അയ്യോ യഹോവേ, ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ, നിനക്കിഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളയുകയും സമുദ്രത്തിൻ്റെ കോപം അടങ്ങുകയും ചെയ്തു. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. 3 key things we see in this section. ഈ ഭാഗത്ത് 3 പ്രധാന കാര്യം നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത്. The first is that human effort cannot save when the storm is God's doing. ഇത്രമാത്രം കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ പ്രയത്നങ്ങൾ വിഫലമാണ് എന്നുള്ളൊരു സൂചനയാണ്. Secondly, true prayer begins with surrender and humility in verse യഥാർത്ഥ 14. പ്രാർത്ഥന എന്ന് പറയുന്നത് വിനയത്തോടും സമർപ്പണത്തോടും കൂടെ ആകുന്നതാണ്. And thirdly, God's salvation
leads to worship and transformation in 15 and 16. 15-16 വാക്യങ്ങളിൽ ദൈവിക രക്ഷ ആരാധനയിലേക്കും യഥാർത്ഥ കരുണയിലേക്കും നയിക്കപ്പെടുന്നു എന്നുള്ളത്. So let's look at verse 13. Human effort cannot save. 13-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. മനുഷ്യന്റെ ആത്യന്തികമായ അധ്വാനം The sailors, though terrified, did everything in their power to save Jonah and themselves. യോനായെയും തങ്ങളെയും തന്നെ രക്ഷിക്കുവാൻ ഇവരെല്ലാവരും കിണഞ്ഞു ശ്രമിച്ചു. They rowed with all their strength, fighting against the wind and the waves. ഈ കടലിന്റെയും തിരമാലകൾക്കും കാറ്റിനുമെതിരെ അവർ ആവുന്നത്ര തുഴയാൻ ശ്രമിച്ചു. Their compassion is striking. അവരുടെ അനുകമ്പ, അവരുടെ മനസ്സലിവ് വളരെ ഏറെ പ്രസക്തമാണ്. Sailors are working hard to save Jonah. യോനയെ രക്ഷിക്കാനായിട്ട് അവർ വളരെയേറെ കഷ്ടപ്പെടുകയാണ്. But Jonah is not worried about the Ninevites. എന്നാൽ യോന നിനവേക്കാരെ കുറിച്ച് യാതൊരു വിചാരവും ഇല്ലാതിരിക്കുകയാണ്. This reminds us that no amount of human effort, strength, skill or strategy can rescue us when the storm is of divine origin. ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്രകാരം കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ ഏതൊരു വിധത്തിലുള്ള ചിന്താ പദ്ധതികളും പ്രവർത്തന രീതികൾക്കും ഫലമുണ്ടാവുകയില്ല എന്നുള്ളതോടെ സൂചിപ്പിക്കുന്നു. And sometimes God allows these storms in our lives to bring us closer to him. ദൈവത്തോട് ചേർന്ന് വരുവാൻ വേണ്ടി പല സന്ദർഭങ്ങളിൽ ഇപ്രകാരമുള്ള കൊടുങ്കാറ്റുകളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ The അനുവദിക്കുന്നു. waves seem to come upon us as though we are going to be swallowed by the waves. ഈ കടൽ തിരകളാൽ വിഴുങ്ങിപ്പോകുന്ന രീതിയിലേക്ക് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു എന്നിരിക്കും. But it brings us to a point where we stop relying on ourselves. എന്നാൽ അത് നമ്മളെ എത്തിക്കുന്നത് നമ്മളിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു തലം അവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. We know നമുക്കറിയാം നമ്മൾ നിസ്സഹായരാണ് എന്ന്. and we look up to God. അപ്പോൾ നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കും. And then we receive help from him. അങ്ങനെ ദൈവത്തിൽ നിന്നും നമ്മൾ സഹായം ലഭിക്കുകയാണ്. The futility of their rowing exposes a profound truth. അവരുടെ തുഴച്ചിലിന്റെ പരാജയം നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. Salvation cannot be achieved by human effort. രക്ഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തിയിലൂടെ സാധ്യമല്ല എന്നത്. Salvation is a free gift of grace. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൗജന്യമായ കൃപയിലൂടെ ലഭിക്കുന്നതാണ്. It comes from God. അത് ദൈവത്തിൽ നിന്ന് വരുന്നു. But we must receive it. അത് നമ്മൾ സ്വീകരിക്കണം. So that's the first thing. Let's move on to the second point in verse 14. 14-ാം വാക്യത്തിലെ രണ്ടാം ഭാഗത്തേക്ക് നമുക്കൊന്ന് True ശ്രദ്ധിക്കാം. prayer begins with surrender and humility. സമ്പൂർണ്ണ സമർപ്പണത്തോടും വിനയത്തോടും കൂടെ താഴ്മയോടും കൂടെയാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. When their strength failed, the sailors turned to prayer. അവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ അവർ പ്രാർത്ഥനയിലേക്ക് തിരികെ. Their cry is deeply reverent. ഈ നാവികരുടെ പ്രാർത്ഥന ഏറെ ആദരവോടുകൂടെയാണ്. Please Lord, do not let us die, do not hold us accountable. They're praying to Yahweh now. യഹോവയോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞങ്ങൾ നശിച്ചു പോകരുതേ, ഞങ്ങളെ ഈ നാശത്തിന് കാരണക്കാരാക്കരുതേ എന്നുള്ളത്. For you have done as you have pleased. നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തിരിക്കുന്നു. This is not a bargaining prayer, not an angry protest. യഥാർത്ഥത്തിൽ ഒരു കോപത്തോടെ ദൈവത്തോട് പറയുകയോ ദൈവത്തോട് വാതുവെക്കുകയോ ചെയ്യുകയല്ല, but a surrender to God's sovereignty. ദൈവത്തിന്റെ പരമാധികാരത്തിന് സ്വയം കീഴ്പ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്രാർത്ഥന. They acknowledge their helplessness and recognize God as the one who can save them. തങ്ങളുടെ നിസ്സഹായത അവരുമായി ദൈവത്തോട് പങ്കുവെച്ച് ദൈവത്തിന് മാത്രമേ തങ്ങളെ സഹായിക്കാൻ കഴിയൂ എന്ന് പറയുകയാണ്. reveal a remarkable transformation. യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രസക്തമായ രൂപാന്തരത്തെ കുറിച്ച് പറയുകയാണ്. The men who called to their own gods, തങ്ങളുടേതായ ദൈവത്തെ മാത്രം നിലവിളിച്ചുകൊണ്ടിരുന്ന ഇവർ now call on Yahweh by his covenant name. ഇപ്പോൾ ഉടമ്പടിയുടെ ദൈവമായിരിക്കുന്ന യഹോവയോട് നിലവിളിക്കുകയാണ്. In their humility they confess God's justice. ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അവർ മനസ്താപത്തോടെ പറയുകയാണ്. God's authority. ദൈവത്തിന്റെ അധികാരത്തെ കുറിച്ച് അവർ ഏറ്റുപറയുന്നു. And their need for mercy. ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി അവർ യാചിക്കുകയാണ്. And this teaches us that genuine prayer often begins where self-sufficiency ends. നമ്മളെ ഇത് പഠിപ്പിക്കുന്നത് കാര്യം സ്വയം പര്യാപ്തത അവസാനിക്കുന്നിടത്താണ് ശരിയായ പ്രാർത്ഥന ആരംഭിക്കുന്നത്. Prayer begins in the place of total surrender. പ്രാർത്ഥന ആരംഭിക്കുന്നത് പൂർണ്ണമായ സമർപ്പണത്തിൽ തുടങ്ങുകയാണ്. Thirdly and finally, God's salvation leads to worship and transformation. മൂന്നാമതായി അവസാനത്തായും ദൈവത്തിന്റെ രക്ഷയിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ്. When Jonah is thrown into the sea and the storm instantly calms, the sailors witness the power of the true God firsthand. യോനായെ കടലിലേക്ക് എറിഞ്ഞപ്പോൾ കടല് ശാന്തമാവുകയും നാവികർ
ഈ വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയെ ആസ്വദിക്കുകയും ചെയ്തു. Their response is awe, reverence, and worship. അവരുടെ പ്രതികരണം വളരെ ഭയത്തോടും വിശ്വാസത്തോടും ആദരവോടും കൂടെയായിരുന്നു. The text says they greatly feared Yahweh. ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവർ യഹോവയെ ഏറെ ഭയപ്പെട്ടു എന്നുള്ളത്. They offered sacrifices, they made vows. അവരുടെ നേർച്ച കാഴ്ചകൾ നടത്തുകയും യാഗാർപ്പണങ്ങൾ നടത്തുകയും ചെയ്തു. Actions that show real spiritual transformation. ഈ പ്രവർത്തികളിലൂടെ അവർക്ക് സംഭവിച്ച വലിയ രൂപാന്തരം അവർ പ്രദർശിപ്പിക്കുകയായിരുന്നു. These men who began as idol worshippers end up honoring Yahweh. വിഗ്രഹാരാധികളായിരുന്ന അവർ ഇപ്പോൾ യഹോവയെ ആരാധിക്കുന്നവരായി The മാറി. calm after the storm becomes a classroom of grace. യഥാർത്ഥത്തിൽ ഈ പ്രശാന്തമായ കടൽ ഒരു കൃപയുടെ ക്ലാസ് മുറി പോലെ ആവുകയാണ്. Teaching that when God saves, He saves completely. നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം രക്ഷിക്കുമ്പോൾ അവൻ പൂർണ്ണമായും രക്ഷിക്കുന്നു His എന്നുള്ളതാണ്. deliverance leads not merely to relief but to worship. യഥാർത്ഥത്തിൽ അവൻ നമ്മൾക്ക് തരുന്ന വിടുതൽ എന്ന് പറയുന്ന ഒരു കേവല ആശ്വാസം മാത്രമല്ല, സമ്പൂർണ്ണമായ സമർപ്പണം അടങ്ങിയിരിക്കുന്ന The ആരാധനയിലേക്ക്. sailors remind us that God can bring transformation in the most unlikely people. ഈ നാവികർ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്ന് ചോദിച്ചാൽ വളരെ അനുയോജ്യമല്ലാത്ത സാധ്യതയില്ലാത്ത സമയത്ത് ദൈവത്തിന് പ്രവർത്തിക്കാനും രൂപാന്തരപ്പെടുത്താനും കഴിയുമെന്ന്. In the most unlikely moments ഒട്ടും അനുയോജ്യമല്ലാത്ത നിമിഷങ്ങളിൽ ദൈവം ഇടപെടുന്നു. and through the most unlikely instruments. ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കുന്ന രീതികൾക്ക് വ്യത്യസ്തമായി ദൈവം അനുയോജ്യമല്ലാത്ത സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. And in verse 17 we see God's mercy even in the midst of discipline. യഥാർത്ഥത്തിൽ വളരെ ശിക്ഷണത്തിന്റെ നടുവിലുള്ള ദൈവത്തിന്റെ കരുണയെ 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. A great fish is called to swallow Jonah. ഒരു വലിയ തിമിംഗലം യോനയെ വിഴുങ്ങുവാനായി വരികയാണ്. We'll look at that tomorrow. നമ്മൾ നാളെ അതിലേക്ക് അതിന്റെ പഠനം So for നിർവഹിക്കും. this morning we thank God for challenging us through the life of Jonah. ഈ രാവിലെ യോനയുടെ ജീവിതത്തിലൂടെ നമ്മളെ വെല്ലുവിളിച്ചതിന് ദൈവത്തിന് സ്തോത്രം. Responding to God's call. ദൈവത്തിന്റെ വിളിക്ക് നമ്മൾക്ക് പ്രതികരിക്കാം. Not running away from Him. ദൈവത്തിൽ നിന്ന് ഓടിയൊളിക്കാനല്ല. And we see the sailors who were transformed. നാവികർ, യാത്രക്കാർ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, യഹോവയുടെ സന്നിധിയിലേക്ക് വരുന്നത് They നമ്മൾ കാണുന്നു. believed in Yahweh. They were transformed. അവരുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ച് അവർ ദൈവത്തിൽ യഹോവയിൽ വിശ്വസിക്കാൻ തുടങ്ങി. But we see Jonah wanting to die. എന്നാൽ നമ്മൾ കാണുന്ന യോന മരിക്കാനായിട്ടുള്ള തീരുമാനമെടുക്കുക. So we leave Jonah in the belly of the whale today and ഇന്ന് we'll catch up നമുക്ക് tomorrow. യോനായെ നമുക്ക് ആ തിമിംഗലത്തിന്റെ വയറ്റിൽ തൽക്കാലത്തേക്ക് വിട്ടേച്ചു പോകാം. God bless you and all the best for today. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.